So next is how you will find the quotient of consolidation from laboratory test. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് 3 methods ആണുള്ളത്. Logarithm of time method, square root of time method, hyperbola method. So today I will be discussing about logarithm of time method. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് കൺസോൾട്ടേഷൻ quotient of consolidation ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. So for that you first of all you conduct the test. So the basis is the theoretical UZ versus log TV and the dial gauge reading with log of time taken for consolidation are similar. So UZ already I told you it is the degree of consolidation and TV is the time factor. But UZ log of TV versus തമ്മിലുള്ള curve നമ്മുടെ experimental dial gauge reading log of time taken for consolidation ഇത് രണ്ടും similar ആണെന്നുള്ളൊരു assumption അല്ലെങ്കിൽ that is the theory behind this log time fitting method. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കോഷ്യന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ ആദ്യം ദിസ് ഗ്രാഫ് യു ഗെറ്റ് ഇറ്റ് ഫ്രം ദ കൺസോൾട്ടേഷൻ ടെസ്റ്റ്. അപ്പോൾ ഇവിടം വരെ നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഈസ് ദ പ്രൈമറി കൺസോൾട്ടേഷൻ ആൻഡ് ദിസ് പോർഷൻ ആസ് ഇറ്റ് ഈസ് ഗോയിങ് asymptote ടു ദ എക്സ് ആക്സിസ് ദിസ് വിൽ ബി ദ സെക്കൻഡറി കൺസോൾട്ടേഷൻ. അപ്പോൾ ഈ കേർവ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മാർക്ക് എ പോയിന്റ് പി ഫോർ എ ഗിവൺ ടൈം T1 എന്ന് പറഞ്ഞ ടൈമിന് ഒരു പോയിന്റ് ഈ കേർവിൽ മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് എ ഡയൽ ഗേജ് റീഡിംഗ് ഫോർ എ ഗിവൺ ടൈം T1. Then take a time T2 which is 4 times T1 and you mark the dial gauge reading for that particular time. It's as Q. Now the difference in dial gauge reading between P and Q is X. So that you have got. Now take X again in the upward direction and draw a line parallel to X-axis. So that indicates 0% consolidation. അതായത് കൺസോൾട്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. ഈ ഇത്രയും തന്നെ എക്സ് മുകളിലേക്ക് എടുത്തിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ ഡി നോട്ട് സീറോ ഡയൽ ഗേജ് റീഡിംഗ് ഓർ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദ ടെസ്റ്റ്. നൗ യു ജോയിൻ ദിസ് കർവ്, എക്സ്റ്റെൻഡ് ദിസ് കർവ്. ഇങ്ങനെ ഈ കർവിനെ താഴേക്ക് നേരെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ കർവിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇറ്റ് വിൽ മീറ്റ് അറ്റ് എ പോയിന്റ് കോൾഡ് T. നൗ ഫ്രം T to this straight line you take half of that. ഈ ടീന്ന് ഈ നേരെ വരച്ച ലൈൻ വരെ ഉള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫ് എടുക്കുക. ആൻഡ് ദാറ്റ് ഹാഫ് വിൽ ബി ദിസ് പോയിന്റ്. സോ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് 50% കൺസോൾട്ടേഷൻ. അപ്പോൾ ടി എന്ന് പറയുന്നത് നമ്മൾ 100% കൺസോൾട്ടേഷൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഈ ഡി നോട്ട് എന്ന് പറയുന്നത് 0% കൺസോൾട്ടേഷൻ്റെ ഡയൽ ഗേജ് റീഡിംഗ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ ഹാഫ് എടുക്കുക. ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ 50% കൺസോൾട്ടേഷൻ. സോ ഫ്രം ദാറ്റ് യു ഹാവ് അപ്പോൾ T50 നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. You get T50. What is the time for 50% consolidation? You know the specimen. So height of the specimen, that is H. H is the height of the specimen. You know the time taken for 50% consolidation, and this is the time factor 0.197 for 50% consolidation. So you get the quotient of consolidation CV from this log of time fitting method. So this is one method. അപ്പോൾ ഇതുപോലെ ഇനിയും മെത്തേഡ്സ് ഉണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് ടൈം ഫിറ്റിംഗ് ഉണ്ട്. സോ യു സ്റ്റഡി ദിസ് മെത്തേഡ്. ഇതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ താഴെ തന്നിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് സി ഹൗ ഫൈനലി CV is found out. You have this equation for CV. It is a very important equation. CV equal to TV H square by small t. So this equation actually came from the how you find the time factor and all. And it is derivation part is not important. Just memorize this equation. How to find quotient of consolidation from this method. So TV is the time factor, H is the height of the specimen, initial height of the specimen, T is the time taken for that 50% consolidation, which already you took from the graph. അപ്പോൾ TV കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. You can use this equation. TV is equal to pi by 4 UZ by 100 whole square, where UZ is 50. 50% consolidation, UZ 50 is എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So you will get 0.197. But you can by heart this value. No need to remember this equation. Just by heart this value or 0.97, 197 or 0.2 or something like that for your ease. So at least you can score during exams because memorizing this will be a little bit difficult. But this is very important. CV equal to TV square by small t. Or for 50% consolidation directly you can by heart this equation. CV is equal to 0.197 H square by T50. Okay. So today only this much. You go through all the 3 videos, and also this video will be uploaded right now, and you study thoroughly what all things
have been taken till now, and today I will give you the assignment questions based on all these 4 videos. That means yesterday already I have given based on video 1 and 2, so based on 3 and 4 I will give you the assignment questions. So I will give you time from 11:30 to 12:30. So 12 up to 12:30 you have the writing time. From 12:30 you start uploading. So within 1 o'clock everyone must finish the uploading. Okay.